സ്ഥലം പീലാത്തോസിന്റെ അരമന. നീതിമാനായ ഈശോയെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന പുരോഹിത പ്രമുഖർ. പക്ഷേ അവർക്ക് അതിന് അധികാരമില്ല. അധികാരമുള്ള പീലാത്തോസിനാകട്ടെ ഈശോയെ കൊല്ലണമെന്നും ഇല്ല. ഈശോയെ രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ പീലാത്തോസ് ജനവിധി തേടുകയാണ്. വളരെ വിഫലമായിട്ടുള്ളൊരു ശ്രമം. ജനത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ രണ്ടു പേരാണ് മത്സരിക്കുന്നത്. നിഷ്കളങ്കനായ ഈശോയും കുറ്റവാളിയായ ബറാബാസ്. ഈശോ ദൈവപുത്രനാണ്. നമ്മൾ വിശ്വസിക്കുന്നതും സുവിശേഷങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നതും ഈ സത്യമാണ്. ആരാണ് ബറാബാസ്? ബറാബാസ് പാപിയും കൊള്ളക്കാരനുമായ ഒരുവനാണ്. ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുത്രൻ എന്നാണ്. അബ്ബ എന്ന പിതാവ്. അപ്പൊ ബറാബാസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? പിതാവിന്റെ പുത്രൻ എന്നാണ്. പിതാവിന്റെ പുത്രൻ. പ്രിയപ്പെട്ടവരെ, പീലാത്തോസിന്റെ ഇടതുവശത്ത് ബറാബാസ് നിൽക്കുന്നു, വലതുവശത്ത് ഈശോ നിൽക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. കുറ്റവാളിയായ മകനെ വേണോ, നിഷ്കളങ്ക പുത്രനായ ഈശോയെ വേണോ? ലോകത്തിന്റെ മോഹങ്ങൾ വേണോ, അതോ ദൈവത്തിന്റെ സൗഭാഗ്യങ്ങൾ വേണം? പാപത്തിന്റെ ശമ്പളമായി മരണം വേണോ, അതോ പുണ്യത്തിന്റെ ഫലമായ നിത്യജീവൻ വേണോ? എന്റെയും നിങ്ങളുടെയും തെരഞ്ഞെടുപ്പാണ്. ദൈവത്തെ വേണോ, അതോ ലോകത്തെ വേണോ? ഈശോയിൽ പ്രിയരെ, ലോകമെമ്പാടുമുള്ള അക്രൈസ്തവരും ക്രൈസ്തവരുമായ ലക്ഷക്കണക്കിന് ആളുകൾ കർത്താവിന്റെ കുരിശിന്റെ വഴിയെ പിൻചൊല്ലുന്ന അതിമനോഹരമായിട്ടുള്ള ദിനമാണ് ദുഃഖവെള്ളി. ഈ നല്ല ദിനത്തിന്റെ, ഈ നല്ല വെള്ളിയുടെ ആശംസകൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നേരുകയാണ്. ഇംഗ്ലീഷുകാരന് ഗുഡ് ഫ്രൈഡേ, തമിഴന് നല്ല വെള്ളി, ഹിന്ദിക്കാരന് പവിത്ര ശുക്രവാർ, മലയാളിക്ക് മാത്രം ദുഃഖവെള്ളി. പക്ഷേ ദുഃഖവെള്ളി അല്ല ഇത് നമുക്കറിയാം. സുവിശേഷം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ദീർഘമായ വായനയിൽ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന വലിയൊരു സത്യം, ഈ വെള്ളി അത് രക്ഷാകരമായ വെള്ളിയാണ്. കാരണം സ്ലീബായിലൂടെ ദൈവസ്നേഹം ദൈവം വെളിപ്പെടുത്തിയ ദിനമാണ്. പീഡാനുഭവത്തിലും പീഡിതർക്ക് വേണ്ടി രക്ഷകൻ പ്രാർത്ഥിച്ച ദിനമാണ്. തന്റെ സഹനത്തിലൂടെ അവൻ കടന്നു പോകുമ്പോഴും തന്റെ സ്വന്തം അമ്മയെ ഈ ലോകത്തിന് മുഴുവൻ അമ്മയായി കർത്താവ് നൽകിയ ദിവസമാണ്. കള്ളന്മാരിൽ ഒരുവൻ പറുദീസ നേടിയ ദിനമാണ്. വിജാതീയനായ ശതാധിപൻ തന്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ദുഃഖവെള്ളിയല്ല, രക്ഷാകരമായ വെള്ളിയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് നല്ല വെള്ളിയായി അനുഭവപ്പെടണം. ഹൃദയശൂന്യർ ദുഃഖവെള്ളി തീർത്തപ്പോൾ കർത്താവ് എല്ലാവർക്കുമായി നല്ല വെള്ളി സമ്മാനിച്ചു. മനുഷ്യഭാവം ദുഃഖവെള്ളിക്ക് ജന്മമേകിയെങ്കിൽ ദൈവസ്നേഹം നമുക്ക് വേണ്ടി നല്ല വെള്ളി നൽകി. ആദ്യത്തെ തിരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഇടതുവശത്ത് ബറാബാസ്, വലതുവശത്ത് ഈശോ. പിലാത്തോസിന്റെ ചോദ്യത്തിന് അവരുടെ മറുപടി എന്താണ്? ഞങ്ങൾക്ക് ബറാബാസിനെ വേണമെന്നാണ്. ബറാബാസ് ക്രിസ്തീയ സുവിശേഷത്തിന്റെ സാര സംഗ്രഹം ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ബറാബാസ് പാപിയാണ്. ബറാബാസ് ഇവിടെ നിൽക്കുന്നു. ഈ ബറാബാസിന്റെ പുറകിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. പാപിയായ ഒരുവൻ, അവൻ പിതാവിന്റെ പുത്രനാണ്. അവന്റെ പുറകിൽ കണ്ണി നഷ്ടപ്പെടാതെ നമ്മളെല്ലാവരും നിൽക്കുകയാണ്. വലതുവശത്ത് അവന്റെ യഥാർത്ഥ പുത്രൻ നിൽക്കുന്നു. അത് ഈശോയാണ്. സ്വന്തം പുത്രനായ ഈശോ മിശിഹായെ ബലിയാക്കിക്കൊണ്ട് ബറാബാസിനെയും അല്ലെങ്കിൽ അവന്റെ പുറകിൽ നിൽക്കുന്ന എല്ലാ പുത്രന്മാരെയും കർത്താവ് രക്ഷിക്കുകയാണ്. ക്രിസ്തീയ സുവിശേഷത്തിന്റെ സാര സംഗ്രഹം നമ്മളിവിടെ വായിച്ചെടുക്കുകയാണ്. സ്വന്തം പുത്രനെ ബലിയാക്കിക്കൊണ്ട് പാപികളായ നമ്മളെ അവിടുന്ന് രക്ഷിച്ചത്. യോഹന്നാൻ 3:16 കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പേര് നമ്മൾ അവിടെ ചേർത്ത് വായിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും പേര് നമ്മൾ അവിടെ ചേർത്ത് വായിക്കണം. ദൈവം ലോകത്തെ സ്നേഹിച്ചുവെന്നല്ല, ദൈവം ചാക്കോച്ചനെ സ്നേഹിച്ചു, ദൈവം മറിയാമെ സ്നേഹിച്ചു എന്ന് വായിക്കുന്നിടത്താണ് ദൈവത്തിന്റെ രക്ഷാകരമായ അനുഭവം എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് പ്രിയപ്പെട്ടവർ ഈ വെള്ളി രക്ഷാകരമായ വെള്ളിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തടിച്ചു കൂടുന്നത് ഈശോയുടെ നാമത്തിലാണ്. താരിട്ട റോഡിൽ ഒരു വെയിലത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് പോലും കുരിശന്റെ വഴിയിൽ പങ്കെടുക്കുന്നവർ എടുത്താൽ പൊങ്ങാത്ത കുരിശം വഹിച്ചുകൊണ്ട് മലയാറ്റൂർ മല കയറുന്ന വിശ്വാസമാണ്. പക്ഷേ ഈ പീഡാനുഭവ വഴിയിൽ, നല്ല വഴിയിൽ കർത്താവ് നമ്മുടെ ചങ്കിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒന്നും അവനിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് കരുതുമ്പോഴും അവന്റെ കൂടാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒന്നും കർത്താവിൽ നിന്നും എനിക്ക് ലഭിക്കുന്നില്ല എന്ന് കരുതുമ്പോഴും അവന്റെ കൂടാൻ നിനക്ക് താല്പര്യം. നമുക്കറിയാം, ഈശോയെ നമ്മൾ പരിചയപ്പെടുന്നത് സുവിശേഷങ്ങളിൽ നിന്നാണ്. പക്ഷേ ഈ സുവിശേഷം പോലും എഴുതപ്പെട്ടത് എന്തിനു വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 20:31 വചനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് എഴുതപ്പെട്ടത് ഈശോ ദൈവപുത്രനാണെന്ന്, ദൈവപുത്രനായ മിശിഹായാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനും. അപ്പൊ സുവിശേഷം എഴുതപ്പെട്ടതിന് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. അവൻ ക്രിസ്തുവാണെന്ന്, മിശിഹായാണെന്ന് വിശ്വസിക്കണം. ഇങ്ങനെ വിശ്വസിക്കുക വഴി നമുക്ക് എന്ത് ലഭിക്കണം? നിത്യജീവൻ ലഭിക്കണം. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം. ആ സുവിശേഷത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഈ ചിന്തകൾ അവസാനിപ്പിക്കും. മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് 1-ാം അധ്യായം 1-ാം വാക്യം എന്താണ്? ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിന്റെ ആരംഭം. യോഹന്നാൻ പറഞ്ഞതുപോലെ തന്നെയാണ് മർക്കോസും ഇവിടെ പറയുന്നത്. മർക്കോസ് പറയുകയാണ്, ഈശോ ഒരേ സമയം ദൈവത്തിന്റെ പുത്രനുമാണ്, ക്രിസ്തുവുമാണ്, മിശിഹായും. മർക്കോസ് ആദ്യത്തെ സെന്റൻസിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇനി മുതൽ ഈ സുവിശേഷം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും തോന്നണം. എന്താണ് തോന്നേണ്ടത്? ഈശോ ഒരേ സമയം മിശിഹായാണ്, അവൻ ദൈവപുത്രനുമാണെന്ന് തോന്നണം. അത് വളരെ വ്യക്തമായി മർക്കോസിന്റെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കലോ. ഇനി നിങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും ചെറുതും ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായങ്ങൾ മാത്രം. ആദ്യ 8 അധ്യായങ്ങളിൽ മിശിഹായെ അവതരിപ്പിക്കുന്നത് മർക്കോസ് അവതരിപ്പിക്കുന്നത് ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ്. ഒരുപാട് പേര് ഈശോയുടെ പുറകെ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അവന്റെ അത്ഭുതം കാണാൻ വേണ്ടിയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ലക്ഷ്യം 2ആണ്. ആദ്യത്തെ 8 അധ്യായങ്ങളിൽ ഈശോയെ അവതരിപ്പിക്കുന്ന അത്ഭുത പ്രവർത്തകനായിട്ടാണ്. 8-ാം അധ്യായത്തിൽ, അതായത് സുവിശേഷത്തിന്റെ മധ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈശോ കേസരിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കും, പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താണ് പറയാം? അപ്പൊ അവര് പല ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷേ താൻ ലക്ഷ്യം വെച്ച ഉത്തരം കുറിക്കൊണ്ടോ എന്നറിയാൻ വേണ്ടി കർത്താവ് അവരോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കും, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസിന്റെ നാവിൽ നിന്ന് ഒരു വചനം വരും. എന്താണത്? നീ ക്രിസ്തുവാണ്. കണ്ടോ, മർക്കോസ് പറയാൻ വെച്ച കാര്യം ഈ സുവിശേഷത്തിന്റെ മധ്യത്തിൽ വെച്ച് പത്രോസിന്റെ വായിൽ നിന്ന്, അവന്റെ അധരങ്ങളിൽ നിന്നും പത്രോസിനെ കൊണ്ട് മർക്കോസ് പറയിക്കുകയാണ്, ഈശോ മിശിഹായ ക്രിസ്തുവാണ്. ഇത്രയും നാള് അവന്റെ കൂടെ കൂടിയത് അവന്റെ മിശിഹാനുഭവം സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ്. അത്ഭുതങ്ങളുടെ പുറകെ പോവുകയാണ്. അനുഗ്രഹം കർത്താവ് തരുന്നുണ്ടോ? അത് മൊത്തമായും ചില്ലറമായും കിട്ടിയാൽ കൊള്ളാം. അതാണ് ശിഷ്യന്മാർക്ക് തോന്നിയത്. പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു അനുഭവം മാത്രമല്ല, അത് ദൈവപുത്ര അനുഭവം കൂടി ചേരുന്നതാണ്. ദൈവവിശ്വാസം മിശിഹാനുഭവം മാത്രമല്ല, ദൈവപുത്ര അനുഭവം കൂടി ചേരുന്നതാണ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? പലപ്പോഴും ഖേദകരമെന്ന് പറയട്ടെ, പല മനുഷ്യരും ക്രിസ്തു അനുഭവത്തിൽ മാത്രം നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഒരു പരിധിവരെ നമ്മുടെ വചന പ്രഘോഷകർ പോലും മനുഷ്യരെ ഈ തലത്തിൽ നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവിടെ അനുഗ്രഹമുണ്ട്, ഇങ്ങോട്ട് പോരെ. ഇവിടെ അനുഗ്രഹമുണ്ട്, ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് വചന പ്രഘോഷകർ പോലും ഈ രീതിയിൽ ദൈവജനത്തെ നിർത്താൻ പരിശ്രമിക്കുന്നവരാണ്. മർക്കോസ് തന്റെ രീതി മാറ്റുകയാണ്. 8-ാം അധ്യായം കഴിയുമ്പോൾ ചെപ്പടി വിധികൾ കാട്ടിയാളെ ശരിയാവില്ല എന്നറിഞ്ഞ ഈശോ പറയും. ഈശോ എന്താണ് പറയുന്നത്? പിന്നീട് 8-ാം അധ്യായം തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഈശോ പറയും, മനുഷ്യപുത്രൻ സഹിക്കണം, മരിക്കണം. കൂടെയുള്ള ശിഷ്യന്മാർ പറഞ്ഞു, അത് നടക്കത്തില്ല. നീ എന്ത് അബദ്ധമാണ് പറയുന്നത്? മനുഷ്യപുത്രൻ മരിക്കാനോ സഹിക്കാനോ? ആദ്യം പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞ പത്രോസ് തന്നെയാണ് ഈശോയുടെ ആദ്യത്തെ പീഡാനുഭവ മരണത്തെ കുറിച്ചുള്ള പ്രവചനം നടത്തുമ്പോൾ ഈശോ അതിനെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് തന്നെയാണ് വന്ന് തടസ്സം പറയുന്നത്. നീ മരിക്കാൻ പാടില്ല. അവിടെ ഈശോ ഒരു കാര്യം തിരിച്ചറിയുക, സഹനത്തെ പുണരേണ്ട എന്ന് പറയുന്നത് ആരാണ്?
പത്രോസിനെ അവിടെ ഒരു പേര് വിളിക്കുന്നുണ്ട് ഈശോ. എന്താണ്? സാത്താനേ, നീ എന്റെ പിന്നിൽ പോവുക, പുറത്തേക്ക് പുറകിലേക്ക് പോകുക. സഹനത്തിൽ നിന്നും ഓടിയൊളിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് സാത്താനേ എന്നാണ്. അനുഗ്രഹങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകൾ തേടി പോകാനല്ല, സഹനത്തെ ഉൾക്കാനാണ് ഈ നല്ല വെള്ളിയായി കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. ഈശോ തന്റെ പീഡാനുഭവ ഉത്ഥാനത്തെ കുറിച്ച് പ്രവചനങ്ങൾ നടത്തുമ്പോൾ, പീഡകളെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്ത് അത് മനസ്സിലാക്കാത്ത ക്രിസ്തു ശിഷ്യരെ മർക്കോസ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ആദ്യം അത് പത്രോസ് ആണെങ്കിൽ, രണ്ടാമത് ഈ പ്രവചനം നടത്തുന്ന സമയത്ത് ശിഷ്യന്മാര് തന്നെ പരസ്പരം ആലോചിക്കുകയാണ്, തങ്ങളിൽ ആരാണ് വലിയവൻ. മൂന്നാമത്തെ പ്രവചനം നടക്കുന്ന സമയത്താണ് സബദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും അമ്മയുമായിട്ട് അടുത്ത് വരുന്നത്. ഞങ്ങൾക്ക് ആ സ്ഥാനവും ഈ സ്ഥാനം വേണം, വലതും ഇടത്തും സ്ഥാനം വേണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ഈശോയിൽ വിശ്വസിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നിനക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? അവൻ എന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തിയതാണോ ഈശോയിൽ വിശ്വസിക്കാൻ എനിക്ക് കാരണം? അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വിസ തന്നതാണോ? എനിക്ക് നല്ലൊരു വീട് തന്നതാണോ? കർത്താവ് തന്നതാണ് ഈ വീട്. നല്ലൊരു വാഹനം തന്നതാണോ? കർത്താവ് തന്നതാണ് ഈ വാഹനം. ഈശോയെ അനുധാവനം ചെയ്യാൻ ഒരു കാരണം തേടുന്ന വ്യക്തിയാണ് നീയെങ്കിൽ ആ ഈശോ നിനക്ക് ക്രിസ്തു മാത്രമാണെന്നറിയാം. ക്രിസ്തു മാത്രം അനുഗ്രഹം തരുന്ന വ്യക്തി. സുവിശേഷം എഴുതപ്പെട്ടതിന്റെ ലക്ഷ്യം ഇത് മാത്രമാണോ പ്രിയപ്പെട്ടവരെ? അല്ല എന്നാണ് മർക്കോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ ആര് കൂടിയാണെന്ന് വിശ്വസിക്കണം, ദൈവപുത്രനാണെന്ന് കൂടി വിശ്വസിക്കണം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇതാ പീഡകളുടെ ലോകം ഈശോ പിടിക്കപ്പെടുന്നു, വിചാരണ ചെയ്യപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, ക്രൂശിക്കപ്പെടുന്നു. ഈശോയെ ക്രിസ്തുമായി മാത്രം കണ്ടവരൊന്നും ഈശോയുടെ കുരിശിന്റെ വഴിയിലില്ല. ഈശോയെ ക്രിസ്തുമായി മാത്രം അനുധാവനം ചെയ്ത് അവന്റെ അനുഗ്രഹങ്ങളുടെ പുറകെ പോയവരാരും അവന്റെ കുരിശിന്റെ വഴിയിലില്ല. ഇതാ സുവിശേഷത്തിന്റെ മറ്റൊരു ലക്ഷ്യം സാധിക്കാൻ പോവുകയാണ്. ശതാധിപൻ മരണം ഉറപ്പാക്കി അവനെ കുരിശിടാൻ ഉത്തരവാദിത്വമുള്ളവരുടെ നേതാവാണ്. അവനെല്ലാം വീക്ഷിക്കുകയാണ്. അവന്റെ ഇടത്തും വലത്തും കള്ളന്മാർ നിൽക്കുന്നു. ഈശോ കുരിശിൽ മരിക്കുകയാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞു അവൻ ജീവൻ വെടി. പ്രിയപ്പെട്ടവരെ, പീഡകൾ ഒഴിവാക്കി കുരിശിൽ നിന്ന് അവൻ ഇറങ്ങിയില്ല. കുരിശിൽ നിന്ന് ഇറങ്ങി വരാനുള്ള പ്രലോഭനം തമ്പുരാൻ ഉണ്ടായിരുന്നു. കുരിശിൽ നിന്നും അവൻ ഇറങ്ങിയില്ല. പീഡകൾ ഏറ്റെടുത്ത് കുരിശിൽ കിടന്ന് പിടഞ്ഞ് അവൻ മരിച്ചു. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇത് കണ്ടു നിന്ന് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. കണ്ടോ, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പത്രോസിനെ കൊണ്ട് ക്രിസ്തു എന്ന് പറയിച്ച മർക്കോസ് ശ്ലീഹ ഇവിടെ ശതാധിപനെ കൊണ്ട് ഇവൻ ദൈവപുത്രനാണ് എന്ന് പറയിക്കുക. ക്രിസ്തു ശിഷ്യർക്ക് പറയാൻ കഴിയാത്തത് ശത്രുപക്ഷത്തിന്റെ നേതാവിനെ കൊണ്ട് മർക്കോസ് പറയിക്കുക. ക്രിസ്തു ശിഷ്യർക്ക് പറയാൻ കഴിയാത്തത് ശത്രുപക്ഷത്തിന്റെ നേതാവിനെ കൊണ്ട് മർക്കോസ് ശ്ലീഹ പറയിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയെ ക്രിസ്തുവായി മാത്രം കണ്ട് അനുധാവനം ചെയ്യുന്നവർ മാഹാത്മ്യങ്ങളുടെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി കെഞ്ചി നടക്കുന്നവരാണ്. അപ്പകഷ്ണം അനുഗ്രഹം എവിടെയുണ്ടോ അതിനുവേണ്ടി തെണ്ടി നടക്കുന്നവരാണ്, കെഞ്ചി നടക്കുന്നവരാണ്. എന്നാൽ ഈശോ പറയുകയാണ്, പീഡകൾ ഏറ്റെടുക്കുന്നവൻ ആരോ അവനാണ് ദൈവപുത്രൻ. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നവനെ കണ്ടിട്ടാണ് ശതാധിപൻ വിളിച്ചു പറയുന്നത്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. ഈ ചോയ്സ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഞാൻ 2 കുടുംബങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. അപ്പനും അമ്മയ്ക്കും ഏക മകളാണ്. വിശ്വാസകാര്യത്തിൽ അപ്പനും അമ്മയും ഒട്ടും പറയില്ല. ഈ മകളും സ്കൂളിലും സൺഡേ സ്കൂളിലും അവൾ 1ാം സ്ഥാനം. എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ സ്കൂളിൽ വരും. എല്ലാ വാർഷികത്തിലും അവൾക്ക് ഫുൾ അറ്റൻഡൻസിന് സമ്മാനം. മാത്രമല്ല ക്ലാസ്സിൽ ടോപ്പാണ്, അതിന്റെ സമ്മാനവും അവൾ തന്നെയാണ്. 1 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിച്ചിറങ്ങുമ്പോഴും ഇവൾക്കാണ് എപ്പോഴും സമ്മാനം. 12ാം ക്ലാസ് കഴിഞ്ഞ് കേരളത്തിന് പുറത്തേക്ക് പഠനത്തിനായിട്ട് വരും. അവിടെ ചെന്നു മാതാപിതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുമ്പോൾ ഉള്ള സ്വാതന്ത്ര്യം, വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്നു പോകാനുള്ള പ്രേരണകൾ, സുഹൃത്തുക്കൾ, സ്നേഹബന്ധം, ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് അവൾ ഒരു വീട്ടിൽ അട്ടവിട്ട് നിൽപ്പുണ്ട്. മറ്റൊരു കുടുംബത്തെ അച്ഛൻ പരിചയപ്പെടുത്താം. സൺഡേ സ്കൂൾ HM ആണ് ആ ഇടവകയിലെ 4 മക്കൾ. ഉത്തമ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്ന കുടുംബം.
എന്നും ദേവാലയത്തിൽ വരും ദൈവത്തോടും ദൈവാലയത്തോടും എപ്പോഴും അഭേദ്യമായ ബന്ധം പുലർത്തും. എന്നാൽ പെട്ടെന്ന് ആ കുടുംബത്തിലേക്ക് നനച്ചിരിയാതെ ഒരു അപകടം വന്നു ഭവിക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ ആവാത്ത വിധം ഒരു ക്യാൻസർ പിടിപെട്ടു. തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും അത് മരണത്തിലാണ് എത്തിപ്പെട്ടത്. വേണമെങ്കിൽ ആ മനുഷ്യന് തന്റെ മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റാമായിരുന്നു, ദൈവത്തോട് പരാതി പറയായിരുന്നു, പഴി പറഞ്ഞ് എന്തുകൊണ്ടാണ് ദൈവത്തോട് ഇത്രയും ചേർന്ന് നിന്നിട്ട് ദൈവം എന്തുകൊണ്ടല്ലേ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് ആ മനുഷ്യന് ചോദിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ചോദിച്ചില്ല. വീണ്ടും മക്കളെ ദേവാലയത്തിലേക്ക് അദ്ദേഹം അടുപ്പിച്ചു. ഇന്നും പരിശുദ്ധ കുർബാന പള്ളിയിൽ നടക്കുമ്പോഴൊക്കെ ആ മനുഷ്യൻ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്ന് കുർബാന പുസ്തകം പിടിച്ച് മക്കളോടൊപ്പം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അച്ഛൻ പരിചയപ്പെടുത്തിയത് 2 കുടുംബങ്ങളെയാണ്. ആദ്യത്തേത് ഈശോയെ ക്രിസ്തുവായി മാത്രം ആഗ്രഹിച്ച് കൊതിച്ച് പുറകെ നടന്ന് നേട്ടങ്ങളുടെ പുറകെ പോയപ്പോൾ മിശിഹായെ സഹനത്തിന്റെ പാതയിലൂടെ അവൻ ദൈവപുത്രനാണെന്ന് അറിഞ്ഞ് ഞാനും ദൈവപുത്രനായിട്ട് മാറണം എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്ന മറ്റൊരു വ്യക്തി. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ആലങ്കാരികമായി ഏറ്റെടുത്ത 50 ദിനങ്ങൾ പൂർത്തിയാകും. ജീവിതത്തിലെ പ്രതീകാത്മകമായ ക്ലേശങ്ങളോട് നമുക്ക് കൂറുണ്ട്. പക്ഷേ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളെ ഒഴിവായി കിട്ടാനാണോ ഞാൻ കുരിശിന്റെ വഴിയിൽ മുട്ടുകുത്തുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. ഒന്നും ലഭിക്കുന്നില്ല എന്നുറപ്പുള്ളപ്പോൾ അവനെ അനുഗമിക്കാൻ എനിക്കാവുന്നുണ്ടോ? ഈശോയെ പോലെ ജീവിതത്തിന്റെ കുരിശുകൾ കിടന്ന് പിടയാൻ എനിക്കാവുന്നുണ്ടോ? എങ്കിൽ എന്നെയും ദൈവപുത്രൻ എന്നീ ലോകം അടയാളപ്പെടുത്തുക. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവപുത്രനാകുമ്പോൾ മാത്രമാണ്. അതായത് നമ്മുടെ സഹനങ്ങളിലൂടെ, അത്ഭുതങ്ങളുടെ പുറകെ അല്ല, അനുദിന ജീവിതത്തിന്റെ കുരിശും വഹിച്ച് അവന്റെ സഹനങ്ങളുടെ പുറകെ നമുക്ക് നീങ്ങാം. അതുവഴി അവന് മഹത്വം നൽകാം. ആ മഹത്വം നമുക്ക് അനുഗ്രഹമാക്കി അവൻ തിരികെ തരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും.